ശങ്കരൻ ഒരു ബാലസന്യാസിയായിരുന്നു. 8 വയസ്സിനു മുൻപേ തന്നെ ഗുരുകുലത്തിലെ നിയമങ്ങൾ അനുസരിച്ച് അവൻ തന്റെ ദൈനംദിന ആഹാരത്തിനായി യാചിക്കേണ്ടി വന്നിരുന്നു. ഒരു ദിവസം ശങ്കരൻ ഒരു ചെറിയ ഗ്രാമത്തിലെ അങ്ങാടിവഴിയിലൂടെ നടക്കുമ്പോൾ ഒരു ചെറുവീട്ടിനു മുന്നിൽ എത്തി. അന്നത്തേക്ക് ഭക്ഷണം കിട്ടുമെന്ന് കരുതിയാണ് അവൻ വീട്ടിലെത്തിയത്. വീട്ടിലെ അമ്മ ദയാലുവായ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവളും തന്റെ കുടുംബവും അതികഠിന ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നത് ഒരു ചെറിയ നെല്ലിക്ക മാത്രമാണ്. ശങ്കരൻ അതു സ്വീകരിച്ചെങ്കിലും അവളുടെ ദാരിദ്ര്യം കണ്ടതിൽ ദുഃഖിതനായി. അവളുടെ മനസ്സിലെ ആത്മാർത്ഥത മനസ്സിലാക്കി ശങ്കരൻ ഒരു തീരുമാനം എടുത്തു. ദേവിയെ പ്രാർത്ഥിച്ച് ഈ വീട്ടിലേക്ക് സമ്പത്ത് കൈവരിക്കേണ്ടതുണ്ട്. കനകധാര സ്തോത്രം സ്വമേധയാ പാടി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. തന്റെ ശുദ്ധഭാവത്തോടെയും ഗുരുത്വത്തോടെയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മേഘാവൃതമായി. അപ്രത്യക്ഷമായിരുന്ന ദേവി ശങ്കരന്റെ പ്രാർത്ഥനയുടെ ശക്തിയിലുടനീളം പ്രഭാവിതയായി. ശങ്കരൻ തന്റെ ശുദ്ധമായ ഭക്തിയോടെ മഹാലക്ഷ്മി ദേവിയെ സ്തുതിച്ചപ്പോൾ ദേവി ആ വീട്ടിലെ ദാരിദ്ര്യം കണ്ടു കനിഞ്ഞു. ശങ്കരന്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടയായ ദേവി ആ വീട്ടമ്മയെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ഫലമായി അവൾ ശങ്കരൻ നൽകിയ ആ ചെറിയ നെല്ലിക്കപ്പഴം സ്വർണമായി മാറുകയും അതിന്റെ അതിപ്രസരത്തിൽ ധാരാളം സ്വർണ നെല്ലിക്കകൾ ആ വീട്ടിലേക്ക് വർഷിക്കുകയുമായിരുന്നു. ശങ്കരന്റെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ച സ്തോത്രം അത്ര ശക്തിയുള്ളതായിരുന്നു. അതിനാൽ തന്നെ ദേവിയുടെ കൃപദക്ഷിണം ലഭിച്ചു. ഈ കഥയുടെ ഗുണപാഠം: ദൈവം ഒരിക്കലും ഭക്തരെ ഉപേക്ഷിക്കില്ല. ഭക്തിയും സത്യസന്ധതയും ഉള്ളവർക്ക് ദൈവാനുഗ്രഹം ലഭിക്കും. ഒരു പുണ്യവാൻ നിർഭാഗ്യസ്ഥരെ അനുഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം അതിൽ ഇടപെട്ട് അതിശയകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.